വാർത്തയിലേക്കാണ്. ഇടുക്കി ഇടമലക്കുടിയിലെ റേഷൻ കടകളിൽ അരിക്കൊള്ള നടന്നെന്ന പരാതിയിൽ നടപടി. ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ സഞ്ജയ് നാഥ, മുൻ റേഷനിംഗ് ഇൻസ്പെക്ടർ ജയകുമാർ എന്നിവർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ബിനീഷ് ആന്റണിയുണ്ട് വിവരങ്ങളുമായി. ബിനീഷ്, എന്നാലും ഈ റേഷൻ കടയിൽ നിന്ന് അരിക്കൊള്ള നടന്നെന്ന പരാതിയിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ്. ജീവനക്കാർക്കെതിരെയാണ് നടപടി. കൂടുതൽ വിവരങ്ങൾ. ഇടമലക്കുടി റേഷൻ തട്ടിപ്പിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് വിജിലൻസ് വിഭാഗം കഴിഞ്ഞ ദിവസം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സിവിൽ സപ്ലൈസ് വിജിലൻസ് ഓഫീസർ തയ്യാറാക്കിയ റിപ്പോർട്ടിലായിരുന്നു ഇത് സംബന്ധിച്ച ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഇടമലക്കുടിയിലെ ഗോഡൌണിലും റേഷൻ കടകളിലും വർഷങ്ങളായി നടക്കുന്ന തട്ടിപ്പ് കണ്ടെത്തുന്നതിനോ പരിശോധന നടത്തി നടപടികൾ എടുക്കുന്നതിനോ ഉദ്യോഗസ്ഥർ ശ്രമിച്ചില്ല. 2 മാസത്തിലൊരിക്കൽ പോലും റേഷൻ കടകളിലെത്തി പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 2 സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ സഞ്ജയ് നാഥ്, റേഷനിംഗ് ഇൻസ്പെക്ടറായിരുന്ന ജയകുമാർ എന്നിവർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും സംഭവത്തിൽ വിതരണ ചുമതല ഉണ്ടായിരുന്ന ഗിരിജൻ സൊസൈറ്റി സെക്രട്ടറിക്കെതിരെ മൂന്നാർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. റേഷൻ ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യാതെ ദുരുപയോഗം ചെയ്തതിലൂടെ 26.99 ലക്ഷം രൂപയുടെ നഷ്ടം സർക്കാരിനുണ്ടായെന്ന് കാട്ടി നൽകിയ പരാതിയിലാണ് കേസ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ റേഷൻ വിതരണം കൃത്യമായി നടത്തുവാൻ മേൽനോട്ടം വഹിക്കേണ്ടിയിരുന്ന ഉദ്യോഗസ്ഥരെയും ഈ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തി നടപടി സ്വീകരിച്ചിട്ടുള്ളത്. കാർത്തു, ശരി, എന്തായാലും ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.